1994 വെറും 18 വയസ്സുള്ളപ്പോഴാണ് സുസ്മിത സെൻ വിശ്വസുന്ദരി പട്ടം ചൂടുന്നത്. എന്നാൽ ആ നേട്ടത്തെക്കാൾ പിന്നീട് ജീവിതത്തിൽ അവർ എടുത്ത ചില ധീരമായ തീരുമാനങ്ങളാണ് സുസ്മിതയ്ക്ക് ജനപ്രീതി നേടിക്കൊടുത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 2000 തന്റെ 24-ാം വയസ്സിൽ റെനി എന്ന പെൺകുട്ടിയെ ദത്തെടുത്ത് ഒരു സിംഗിൾ മദറാകാനുള്ള താരത്തിന്റെ തീരുമാനം. ഗ്ലാമർ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു യുവനടിക്ക് അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു അന്ന് സുസ്മിത ചെയ്തത്. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള സുസ്മിതയുടെ തീരുമാനത്തെ ബോളിവുഡ് ആദ്യം എതിർത്തു. കരിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്താൽ കരിയർ തന്നെ അവസാനിക്കുമെന്ന് പലരും ഉപദേശിച്ചു. NDTVക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ആ നാളുകളെ കുറിച്ച് താരം തുറന്നു പറയുന്നുണ്ട്. മാതൃത്വത്തിലേക്ക് കടന്നതോടെ സ്വന്തം മാനേജർ പോലും കൈവിട്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ഒരു ഗൗരവവുമില്ല. 24-ാം വയസ്സിൽ അമ്മയായ ഒരു നടിയെ പ്രതിനിധീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഇനി നിങ്ങൾക്ക് സിനിമകളിൽ നല്ല വേഷങ്ങൾ പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാനേജർ ഓടിപ്പോയത്. കൂടാതെ ഇത്തരം എതിർപ്പുകളിൽ ഭൂരിഭാഗവും ഉയർന്നു വന്നത് മറ്റു സ്ത്രീകളിൽ നിന്നായിരുന്നു എന്നും സുസ്മിത ഓർക്കുന്നു. എല്ലാവരും കരിയർ അവസാനിച്ചുവെന്ന് പറഞ്ഞപ്പോഴാവട്ടെ സുസ്മിത തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഞാനൊരു സെൽഫ് മെയ്ഡ് വുമൺ ആണ്. എനിക്ക് സിനിമാ ലോകത്ത് ഗോഡ് ഫാദർമാരില്ല. ആരും എനിക്ക് വേദിയും ഒരുക്കി തന്നിട്ടില്ല. ഞാനെല്ലാം സ്വന്തമായി നേടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിയമങ്ങളൊന്നും എനിക്ക് ബാധകമല്ല. എന്റെ നിയമങ്ങൾ ഞാൻ മാത്രമാണ് തീരുമാനിക്കുന്നത്. എനിക്കൊരു അമ്മയാകണമായിരുന്നു. എന്റെ കുഞ്ഞിന് ഏറ്റവും മികച്ച ബാല്യം നൽകാൻ കഴിയാത്ത വിധം ഒരു തരത്തിലും ഞാൻ കഴിവില്ലാത്തവളാകാൻ ആഗ്രഹിച്ചില്ല, സുസ്മിത സെൻ പറയുന്നു. എന്റെ തീരുമാനത്തെ പരിഹസിച്ചവർക്കും കരിയർ അവസാനിക്കുമെന്ന് പ്രവചിച്ചവർക്കും സുസ്മിത മറുപടി നൽകിയത് തിയേറ്ററുകളിലെ വൻ വിജയങ്ങളിലൂടെയാണ്. അമ്മയായതിനു ശേഷമാണ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകൾ പിറന്നതെന്ന് സുസ്മിത അഭിമാനത്തോടെ ഓർത്തെടുത്തു. ഷാറുഖ് ഖാനൊപ്പം അഭിനയിച്ച മേം ഹൂന, സൽമാൻ ഖാനും കത്രീന കൈഫിനുമൊപ്പം തകർത്തഭിനയിച്ച മേം പ്യാർ ക്യൂൻ കിയ തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വൻ തരംഗമായി മാറി. ഗ്ലാമർ വേഷങ്ങളിൽ നായികയായും സുസ്മിത വീണ്ടും സിനിമാ ലോകത്തേക്ക് തിളങ്ങി. 2010 അലിസ എന്ന പെൺകുട്ടിയെ കൂടി സുസ്മിത ദത്തെടുത്തു. മൂത്ത മകൾ റെനിസൻ 2021 ഒരു ഷോർട്ട് ഫിലിമിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചു കഴിഞ്ഞു. കരിയറിൽ വലിയൊരു ബ്രേക്ക് എടുത്ത സുസ്മിത 2020 ആര്യ എന്ന വെബ് സീരീസിലൂടെ നടത്തിയ ഡിജിറ്റൽ അരങ്ങേറ്റം ബോളിവുഡിനെ വീണ്ടും ഞെട്ടിച്ചു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തുവന്ന ഈ ക്രൈം ഡ്രാമയിലെ മികച്ച പ്രകടനത്തിന് ഇന്റർനാഷണൽ എമ്മി അവാർഡ് നാമനിർദ്ദേശം വരെ ലഭിച്ചു. തുടർന്ന് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ഗൗരി സാവന്തിന്റെ ജീവിതം പറഞ്ഞ താലി എന്ന പരമ്പരയിലും വെല്ലുവിളി നിറഞ്ഞ വേഷം ചെയ്ത് സുസ്മിത വീണ്ടും കയ്യടി നേടി.